നഗരത്തിലെ എലിയും ഗ്രാമത്തിലെ എലിയും. ഡും ഡും ഡും. ഗ്രാമത്തിലെ എലി ആവേശത്തോടെ വാതിലിനടുത്തേക്ക് ഓടി. പട്ടണത്തിൽ നിന്നും വരുന്ന തന്റെ കസിനെ പ്രതീക്ഷിച്ചായിരുന്നു ഗ്രാമത്തിലെ എലി. കസിനെ കണ്ടതും എലി ആലിംഗനം ചെയ്തു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ മേശക്കരികിൽ ഇരുത്തി. നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് അത്താഴം കഴിക്കാം. ഇത് കേട്ടപ്പോൾ നഗരത്തിലെ എലി പറഞ്ഞു, നിങ്ങളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, ഇത്രയും നല്ല ഊഷ്മളമായ സ്വീകരണം നൽകിയതിന്. അത്താഴം കഴിക്കാനായി ഇരിക്കുമ്പോൾ നഗരത്തിലെ എലി മേശ മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു. മേശ നന്നായി ഒരുക്കിയിരിക്കുന്നു. എന്നാൽ മേശപ്പുറത്ത് വളരെ കുറച്ച് ഉണങ്ങിയ പഴങ്ങളും ബദാമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതം നിങ്ങളുടേതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന്. നിങ്ങൾ ഉറപ്പായും എന്റെ നഗരത്തിൽ വരണം. എങ്ങനെയാണ് സമൃദ്ധമായ വിരുന്ന് നൽകുക എന്നത് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയേയില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം ഗ്രാമത്തിലെ എലി തന്റെ കസിനെ കാണുവാൻ നഗരത്തിലേക്ക് ചെന്നു. അങ്ങനെ നഗരത്തിലെ എലി ഭക്ഷണശേഖരം ഗ്രാമത്തിലെ എലിയെ കാണിച്ചു. അതിൽ മുന്തിരി, ചീസ്, നട്ട്സ്, റൊട്ടി എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഗ്രാമത്തിലെ എലി അത്ഭുതപ്പെട്ടു. നഗരത്തിലെ എലി പറഞ്ഞു, ഇനി നമുക്ക് അത്താഴം കഴിക്കാം. അവർ ഭക്ഷണത്തിലേക്ക് കൈവെക്കാൻ തുടങ്ങുമ്പോൾ ഒരു പൂച്ച ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെയിരിക്കെ 2 എലികളും പൂച്ചയ്ക്ക് ആവശ്യമുള്ളത് എടുക്കുന്നതുവരെ കാത്തിരുന്നു. ഇതൊന്നും കണ്ട് നീ വിഷമിക്കേണ്ട, ഇത് നഗര ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനുശേഷം അവർ ഭക്ഷണം എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു നായ അവർക്കു നേരെ ചാടി വീണു. അവർ 2 പേരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയൊളിച്ചു. സുഹൃത്തെ, നിങ്ങളുടെ ആതിഥ്യ മര്യാദയ്ക്ക് നന്ദി. നിങ്ങളുടെ തീന്മേശ വിഭവസമൃദ്ധമായിരുന്നു. പക്ഷേ നമുക്കൊരിക്കലും സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ്. കൂട്ടുകാരെ, നമുക്കിതിൽ നിന്നും എന്തു മനസ്സിലായി? നമ്മുടെ കൈവശം ഉള്ളത് എന്താണോ അതിൽ സംതൃപ്തരായി ജീവിക്കുക, അതിൽ സന്തോഷിക്കുക. മുക്കുവനും മത്സ്യകന്യകയും. ഒരിക്കൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ രാജു എന്ന മുക്കുവൻ തന്റെ ഭാര്യയായ തനുവിനോടൊപ്പം ജീവിച്ചിരുന്നു. ദിവസവും രാവിലെ രാജു മത്സ്യബന്ധനത്തിനു വേണ്ടി പുഴയിൽ പോകാറുണ്ടായിരുന്നു. രാജു വളരെ പാവപ്പെട്ടവനായിരുന്നു, പക്ഷെ സത്യസന്ധനായിരുന്നു. അയാളുടെ ഭാര്യ തനു അത്യാഗ്രഹിയായിരുന്നു. അവൾ എപ്പോഴും എല്ലാത്തിനെയും കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ടേയിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നത്? ഈ ചെറിയ കുടിലിൽ താമസിച്ച് എനിക്ക് മടുത്തു. എനിക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും ആഭരണവും വേണം. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യൂ. പതിവ് പോലെ രാജു മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി പുഴക്കരയിലേക്ക് പോയി. അയാൾ ഒരുപാട് സമയം പുഴക്കരയിലിരുന്നു. പക്ഷെ ഒരു മത്സ്യം പോലും കിട്ടിയില്ല. അങ്ങനെ രാജു ക്ഷീണിച്ചു അവശനായി. എനിക്കൊരു മത്സ്യം പോലും കിട്ടിയില്ലെങ്കിൽ തനു എന്തു പറയും? പെട്ടെന്ന് അയാളുടെ വലയ്ക്ക് ഒരു ഭാരം തോന്നി. അയാൾ വല പിടിച്ചു വലിക്കാൻ തുടങ്ങി. പതിവിലും ഭാരം തോന്നി. രാജു ശക്തിയിൽ വലിച്ചു. അതിൽ ഒരു മത്സ്യം പോലും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു മത്സ്യകന്യക. രാജു അത്ഭുതപ്പെട്ടു. മത്സ്യകന്യക പറഞ്ഞു, എന്നെ വിട്ടയക്കൂ. അവളെ വീണ്ടും വെള്ളത്തിലേക്ക് വിട്ടയക്കുവാൻ രാജു തീരുമാനിച്ചു. രാജുവിന്റെ ദയ കണ്ട് മത്സ്യകന്യക ചോദിച്ചു, എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയുണ്ട്. ഞാൻ ഈ വെള്ളത്തിലെ ദേവതയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറയൂ, ഞാൻ അത് സാധിച്ചു തരും. പക്ഷേ രാജു ഒരു അത്യാഗ്രഹിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ മത്സ്യകന്യകയുടെ പക്കൽ നിന്നും ഒന്നും വാങ്ങുവാൻ തയ്യാറായില്ല. അദ്ദേഹം മത്സ്യകന്യകയോട് നന്ദി പറഞ്ഞ ശേഷം കയ്യിൽ ഒന്നുമില്ലാതെ വീട്ടിലേക്ക് പോയി. തനു വാതിലിനടുത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മത്സ്യമൊന്നും ഇല്ലാതെ വരുന്ന ഭർത്താവിനെ കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. അവൾ രാജുവിനോട് വഴക്കിട്ടു.
രാജു മത്സ്യകന്യകയെ കുറിച്ച് അവളോട് പറഞ്ഞു. രാജു മത്സ്യകന്യകയോട് ഒന്നും ആവശ്യപ്പെട്ടില്ല എന്ന് അറിഞ്ഞ തനു വിഷമത്തിലായി. അവൾ രാജുവിനോട് വീണ്ടും പുഴക്കരയിലേക്ക് പോകുവാൻ ആജ്ഞാപിച്ചു. എന്നിട്ട് മത്സ്യകന്യകയോട് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ വാങ്ങിക്കൊണ്ടുവരുവാൻ പറഞ്ഞു. അതിനുശേഷം മാത്രമേ എനിക്ക് സന്തോഷമാവുകയുള്ളൂ. പാവൻ രാജു പുഴക്കരയിലേക്ക് ചെന്ന് മത്സ്യകന്യകയെ വിളിച്ചു. അയാൾ മത്സ്യകന്യകയോട് പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് സ്വർണ്ണ നാണയങ്ങൾ വേണം. നിങ്ങളുടെ ഭാര്യയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. അയാൾ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുടം നിറയെ സ്വർണ്ണ നാണയങ്ങൾ കണ്ടു. രാജു തനുവിനോട് ചോദിച്ചു, നിനക്ക് സന്തോഷമായോ? അപ്പോൾ അവൾ പറഞ്ഞു, ഒരു പക്ഷേ. അടുത്ത ദിവസം രാവിലെ തനു അയാളോട് പറഞ്ഞു മത്സ്യകന്യകയുടെ അടുത്ത് പോകുവാൻ. എന്നിട്ട് അവളോട് പറയുക, എനിക്കൊരു വലിയ വീട് വേണം. ഈ സ്വർണമെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടിയാണ്. രാജു പുഴക്കരയിലെത്തി മത്സ്യകന്യകയെ വിളിച്ചു. ഓ രാജു, നീ തിരിച്ചു വന്നുവോ? സ്വർണം കിട്ടിയപ്പോൾ നിന്റെ ഭാര്യയ്ക്ക് സന്തോഷമായോ? ഇല്ല, ഇപ്പോൾ അവൾക്കൊരു വലിയ വീടാണ് ആവശ്യം. ശരി രാജു, നിന്റെ ഭാര്യയുടെ ആഗ്രഹം നടത്തിത്തരാം. രാജു തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ തന്റെ കുടിൽ മാറി വലിയൊരു വീടായത് അയാൾ കണ്ടു. അയാൾ തനുവിനോട് ചോദിച്ചു, നിനക്ക് സന്തോഷമായോ? അപ്പോൾ അവൾ പറഞ്ഞു, ഒരു പക്ഷേ. അടുത്ത ദിവസം തന്നെ രാജുവിനോട് തനു പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ധനികരാണ്. എനിക്ക് ചന്തയിലേക്ക് നടന്നു പോകുവാൻ കഴിയില്ല. എനിക്കൊരു രാജകീയ രഥം വേണം. ധനികരായ സ്ത്രീകൾ റോഡിലൂടെ നടന്നു പോകാറില്ല. മത്സ്യകന്യകയുടെ അടുത്തു പോയി പറയൂ, ഒരു രാജകീയ രഥം വേണമെന്ന്. രാജു മത്സ്യകന്യകയുടെ അടുത്ത് ചെന്ന് ഒരു രാജകീയ രഥം ആവശ്യപ്പെട്ടു. മത്സ്യകന്യക നിന്റെ ആഗ്രഹം നടത്തിത്തരാം, വീട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞു. രാജു വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ മുറ്റത്ത് ഒരു രാജകീയ രഥം നിർത്തിയിട്ടിരിക്കുന്നത് അയാൾ കണ്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തനു രാജുവിനോട് പറഞ്ഞു, ഞാനിപ്പോൾ വീണ്ടും ധനികയായി. നമ്മുടെ അയൽക്കാരെല്ലാം എന്നെ ബഹുമാനിക്കണം. ഈ ഗ്രാമം മുഴുവൻ എന്നെ ബഹുമാനിക്കണം. മത്സ്യകന്യകയുടെ അടുത്ത് പോയി എന്നെ ഈ ഗ്രാമത്തിന്റെ തലവനാക്കി മാറ്റുവാൻ പറയണം. അപ്പോഴേ ഞാൻ ശരിക്കും സന്തോഷിക്കുകയുള്ളൂ. പാവൻ രാജു വീണ്ടും മത്സ്യകന്യകയുടെ അടുത്ത് പോയി ഭാര്യയുടെ ആഗ്രഹം അറിയിച്ചു. മത്സ്യകന്യക പറഞ്ഞു, രാജു, നീ വിഷമിക്കേണ്ട. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നിങ്ങളുടെ ഭാര്യ ആ ഗ്രാമത്തിന്റെ തലവനായി മാറിയിട്ടുണ്ടാവും. രാജു വീട്ടിലെത്തിയപ്പോൾ എല്ലാ ഗ്രാമവാസികളും വീട്ടിൽ ഒത്തുകൂടിയത് കണ്ടു. കൂടാതെ അവരെല്ലാം ഭാര്യയോട് ബഹുമാനത്തോടെ പെരുമാറുന്നതും കണ്ടു. രാജു അവളോട് ചോദിച്ചു, ഇപ്പോൾ നിനക്ക് സന്തോഷമായോ? അവൾ പറഞ്ഞു, എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഇത് കേട്ടപ്പോൾ രാജുവിന് അത്ഭുതം തോന്നി. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. തനു വീണ്ടും പല കാര്യങ്ങളും മത്സ്യകന്യകയുടെ അടുത്തു നിന്ന് വേണമെന്ന് പറഞ്ഞു. രാജു മത്സ്യകന്യകയുടെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് മത്സ്യകന്യക തനുവിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തു. ഒരു ദിവസം മഴ ശക്തിയായി പെയ്തു തുടങ്ങി. രാജുവിന്റെ വലിയ വീട്ടിലും രഥത്തിലുമെല്ലാം വെള്ളം നിറയാൻ തുടങ്ങി. തനുവിന് ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, രാജു, മഴ എന്റെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കണം. പെട്ടെന്ന് തന്നെ മത്സ്യകന്യകയുടെ അടുത്ത് പോയി മഴയെ നിയന്ത്രിക്കാനുള്ള ശക്തി തരുവാൻ പറയൂ. രാജു പറഞ്ഞു, അത് സാധ്യമല്ല. നിന്റെ ഈ ആഗ്രഹം ആർക്കും സാധിച്ചു തരാൻ കഴിയില്ല. പക്ഷെ തനു അത് കേൾക്കാൻ തയ്യാറായില്ല. രാജുവിന് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അയാൾ മത്സ്യകന്യകയുടെ അടുത്തെത്തി നടന്നതെല്ലാം പറഞ്ഞു. മത്സ്യകന്യക പറഞ്ഞു, ഞാൻ അവളുടെ ആഗ്രഹം തീർച്ചയായും സാധിച്ചു തരും. നീ വീട്ടിലേക്ക് പോയിക്കോളൂ. തനു മഴയോട് നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു.
പിന്നീട് കുറച്ചു ദിവസത്തേക്ക് ഗ്രാമത്തിൽ മഴ ഉണ്ടായിരുന്നില്ല. കൃഷികളെല്ലാം നശിച്ചു. തടാകങ്ങളിലും കിണറിലും വെള്ളമില്ലാതായി. കുടിക്കാൻ പോലും വെള്ളം കിട്ടാതായി. ഗ്രാമവാസികൾ രാജുവിന്റെ വീട്ടിൽ വന്ന് വഴക്കു പറഞ്ഞു. കോപാകുലരായ പുരുഷന്മാർ വഴക്കു പറയുകയും സ്ത്രീകൾ തനുവിനെ അടിക്കുകയും ചെയ്യാൻ തുടങ്ങി. രാജു അവരെ തടയാൻ ശ്രമിച്ചു. പക്ഷെ വെറുതെയായി. അയാൾ തീരുമാനിച്ചു മത്സ്യകന്യകയുടെ അടുത്ത് ചെന്ന് സഹായം അഭ്യർത്ഥിക്കാൻ. അയാൾ മത്സ്യകന്യകയെ വിളിച്ചു പറഞ്ഞു, എന്റെ ഭാര്യയെ രക്ഷിക്കണം. അവളുടെ ശക്തിയെല്ലാം തിരിച്ചെടുത്തോളൂ. മത്സ്യകന്യക പറഞ്ഞു, അത് അവളുടെ ആഗ്രഹമായിരുന്നു. രാജു ക്ഷമിക്കണം, എനിക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല. രാജു പറഞ്ഞു, ഞാൻ എപ്പോഴും അവളുടെ ആഗ്രഹം പൂർത്തീകരിക്കാനാണല്ലോ പറഞ്ഞത്. പക്ഷെ ഇതാദ്യമായി ഞാൻ എന്റെ ആഗ്രഹം നടത്തി തരുവാൻ അപേക്ഷിക്കുകയാണ്. ശരി രാജു, ഞാൻ നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കി തരാം. പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്റെ ഭാര്യയെ രക്ഷിക്കണം എന്നതാണ് എന്റെ ആവശ്യം. അവളുടെ ശക്തിയും രഥവും വീടും സ്വർണവും നിങ്ങൾ ഞങ്ങൾക്ക് തന്നതെല്ലാം തിരിച്ചെടുത്തോളൂ. എന്റെ ഭാര്യയെ രക്ഷിക്കുക മാത്രം ചെയ്താൽ മതി. നിന്റെ ആഗ്രഹം പോലെ രാജു. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. നിങ്ങളുടെ ഭാര്യ സുരക്ഷിതയായിരിക്കും. രാജു വീട്ടിലേക്ക് ഓടി. ഗ്രാമവാസികളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. കൂടാതെ അയാളുടെ ഭാര്യ പഴയ കുടിലിന്റെ പുറത്ത് അയാളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രാജു ഭാര്യയെ കെട്ടിപ്പിടിച്ചു. തനുവിന് അവളുടെ തെറ്റ് മനസ്സിലായി കരയാൻ തുടങ്ങി. ഇനി അവൾ ഒരിക്കലും അത്യാഗ്രഹിയാവുകയില്ലെന്ന് ഉറപ്പുകൊടുത്തു. വീണ്ടും മഴ പെയ്തു തുടങ്ങി. ഗ്രാമവാസികൾക്കെല്ലാം സന്തോഷമായി. അന്നു മുതൽ അവർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പെബിൾസ് മലയാളം